എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ പ്ലം കേക്കുമായിട്ടാണ്. ഈ കേക്ക് 1 kg മെഷർമെൻറ്റ് കേക്കാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. 2 കളറുള്ള ടൂട്ടി ഫ്രൂട്ടിയും 2 തരം കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം ഇത്രയും എടുത്തിട്ടുണ്ട്. ഓറഞ്ച് നീരിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. അതിനായിട്ട് 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. എല്ലാം ഓറഞ്ച് നീരിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സാണ് ഇത്. 3 ദിവസത്തോളം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് പഴകുന്തോറും നല്ല ടേസ്റ്റാണ്. ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് ആവാൻ വേണ്ടിയിട്ടാണ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മൈദാപ്പൊടി ചേർത്തില്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം താണു പോയി കിടക്കും. ഇത് നല്ലവണ്ണം മിക്സിങ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ കേക്ക് ടിൻ എടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തേക്കുന്നത്. ബട്ടർ പേപ്പർ ഇച്ച് നെയ്യ് പുരട്ടി നമുക്ക് നേരത്തെ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് കേക്കിന് വേണ്ട കാരമലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഷുഗർ കാരമൽ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരമൽ കരിഞ്ഞാൽ കേക്കിന് കൈപ്രസം ഉണ്ടാവുകയും ചെയ്യും. പഞ്ചസാര മെൽറ്റായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് അടുത്ത അടുപ്പിൽ 1/2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ മുകളിലേക്ക് തിളച്ച വെള്ളം വീണ് കൈവിടാൻ ചാൻസ് ഉണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 5 മിനിറ്റ് തിളയ്ക്കണം. ഇപ്പോൾ കാരമലിന് നല്ല കളറായിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇത് കേക്ക് മിക്സിങ് ചെയ്യുന്ന സമയത്ത് കളർ കിട്ടാൻ ആവശ്യമാണ്. ബാക്കി വന്ന കാരമലിൽ ഓറഞ്ച് നീര് സോക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് പോർഷൻ എടുക്കരുത്, കൈപ്രസം ഉണ്ടാവും. ഗ്രേറ്റ് ചെയ്ത ഓറഞ്ച് തൊലി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ പരുവാണ് വേണ്ടിയത്. ഇനിയും കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1 കിലോ കേക്കിൻ്റെ അളവാണ്. 1.5 കപ്പ് മൈദ ആവശ്യമുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യമുണ്ട്. 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് ഇടഞ്ഞെടുക്കാം. 3 പ്രാവശ്യമെങ്കിലും ഇടഞ്ഞെടുക്കണം. എന്നാലേ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഞാനിത് 3 പ്രാവശ്യം ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് ആവശ്യമായ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പ്ലം കേക്ക് ആയതുകൊണ്ട് കുറച്ച് ഗരം മസാലയുടെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു 5-6 ഏലക്കായും 1 ജാതിക്കയുടെ പകുതി, ഒരു 5-6 ഗ്രാമ്പൂവും, ഒരു ചെറിയ 2 കഷ്ണം പട്ടയും ഇത്ര ആവശ്യമുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇതെല്ലാം ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അങ്ങനെ എല്ലാം കൂടി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കേക്കിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. വെള്ളമയമില്ലാത്ത ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ബീറ്ററിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ലോ സ്പീഡിൽ അടിച്ചാൽ മതി. ഇത്രയും അടിച്ചെടുത്താൽ മതി. പഞ്ചസാരയും ഗരം മസാലയും പൊടിച്ചത് ഇതിലേക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കാം.
ഇതിലുള്ള തരികളെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ബീറ്ററിൽ ഓയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ മണം മാറാൻ വേണ്ടി 1 സ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർക്കാം. എല്ലാം കൂടി ഓയിലിട്ട് അടിച്ചെടുക്കാം. മാറ്റി വെച്ചിരുന്ന മൈദ മിക്സിങ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി കാരമലി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പകുതി കാരമൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്കിൻ്റെ മിക്സിങ് കൂടുതൽ ലൂസ് ആവാൻ പാടില്ല, ഇതുപോലെ ഇരിക്കണം, എന്നാലേ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ശക്തിയായിട്ട് ഇളക്കാതെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇനിയും കേക്കിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും. കറുത്ത കിസ്മിസും കാഷ്നട്ടും കൊണ്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഇനിയും പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ ഇനിയും വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 55 മിനിറ്റ് എടുത്തു ബേക്ക് ചെയ്യാൻ. അങ്ങനെ കേക്ക് റെഡിയായി. 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.